ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഏറെ സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എപ്പോഴും ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഏറെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റമദാനിൻ്റെ പൂർണ്ണമായ ചൈതന്യത്തോടുകൂടി അതിനെ ഉപയോഗപ്പെടുത്തി റയ്യാനെന്ന കവാടത്തിലൂടെ സ്വർഗം ലഭ്യമാവുന്ന സജ്ജനങ്ങളിൽ, അബ്റാറുകളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. റബിയോ ഹയാത്തുൽ ഇസ്ലാമിയ എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സലഫുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇസ്ലാമിക ജീവിതത്തിൻ്റെ വസന്ത കാലഘട്ടം എന്ന തലക്കെട്ടിലാണ് സലഫുകൾ അതിനെ വിശേഷിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു തന്നെ പറയുന്ന അനുസരിച്ച് വൈൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തഹ്സുഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ലാ തഹ്സുഹ, അതിനെ എണ്ണി കണക്കാക്കാനും തിട്ടപ്പെടുത്താനും കഴിയില്ല എന്നതാണ്. ഓരോ മനുഷ്യനും അവനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹു എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സവിശേഷമായതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏതാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകി എന്നത് തന്നെയാണ് ഏറ്റവും വലുത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളുകളായതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയത്. കോടാനുകോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വളരെ അപൂർവമായ, വളരെ കുറഞ്ഞ ആളുകൾക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്ന് പറയുന്നത്. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ലളിതമായി എനിക്ക് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന ഒരു കാര്യം താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, നീ അള്ളാഹുവിൽ വിശ്വസിക്കണം. പിന്നെ എന്താണ് റസൂലെ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞത് സുമ്മസ്തഖീം എന്നാണ്. നീ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നതാണ്. അഥവാ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടായി മാറുന്നതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചത് അള്ളാഹു ഏറ്റവും സവിശേഷമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഇസ്ലാമിക ആദർശത്തെ സംബന്ധിച്ച് തന്നെയാണ്. അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നു, വഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്നിൽ നിന്നുള്ള ഒരു ഹുദ നിങ്ങൾക്ക് ലഭിച്ചാൽ, ഒരു മാർഗദർശനം നിങ്ങൾക്ക് ലഭിച്ചാൽ, അഥവാ എന്നിൽ നിന്നുള്ള ഒരു ഹിദായത്ത് നിങ്ങൾക്ക് ലഭ്യമായാൽ, വന്നെത്തിക്കഴിഞ്ഞാൽ, വഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്നിട്ട് ഫമൻ തബിഅ ഹുദായ, അവൻ ആരാണോ ആ ഹുദയെ, ആ ഹിദായത്തിനെ പിൻപറ്റുന്നവൻ ആരാണോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അങ്ങനെയുള്ള ആളുകൾ, ആ ഹുദയെ പിൻപറ്റുന്ന, ആ ഹിദായത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട അവസ്ഥ അവർക്കുണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങൾ നമ്മുടെ ദുനിയാവിൽ, ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായി നടപ്പിലാക്കാൻ കഴിയുന്നതും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതുമായ, ഏറെ ലളിതമായ, സങ്കീർണതകളൊന്നുമില്ലാത്ത ഒരേ ഒരു ദർശനവും മാർഗവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിദായത്തിലൂടെ, ഇസ്ലാമാവുന്ന വെളിച്ചത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഹിദായത്ത് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ലഭിക്കുന്ന ഒന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഹിദായത്ത് ലഭിച്ച ധാരാളം ആളുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വ്യാപനത്തിന് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടി പണിയെടുത്ത അബൂ ത്വാലിബിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കാത്ത മനുഷ്യന്മാരാണ്. ഒരുപക്ഷെ ഇസ്ലാമിന് ഏറ്റവും മുതൽക്കൂട്ടായ മനുഷ്യനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഹിദായത്ത് ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പോലും നൽകാത്തത്ര അനുഗ്രഹവും സവിശേഷമായ ഒരവസ്ഥയും അള്ളാഹു നമുക്ക് നൽകി എന്നതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്. പക്ഷേ അതേസമയം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹിദായത്ത് എന്താണ് എന്നും
അതിനനുസൃതമായ ജീവിതക്രമം എന്താണ് എന്ന് നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും അംഗീകരിക്കുകയോ അറിയാതെയോ മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അവൻ്റെ അടിസ്ഥാന ആവശ്യമായി അല്ലെങ്കിൽ അടിസ്ഥാന ഘടകമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഉത്കൃഷ്ടമാക്കിയ ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുസ്സിലത്തിൽ പറയുന്നത് പോലെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തീ കുന്തും തുഅദൂൻ. ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായ ജീവിതം മാത്രം ഉണ്ടായാൽ പോരാ, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളായാലും പ്രലോഭനങ്ങളായാലും അതുപോലെ തന്നെ പരീക്ഷണങ്ങളായാലും പ്രതിസന്ധികളായാലും ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രലോഭനങ്ങളിൽ വീണു പോവാതെ നിരാശപ്പെട്ടു പോവാതെ അള്ളാഹുവിൻ്റെ ആദർശത്തിൽ അടിയുറച്ച് നിലകൊള്ളുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ചിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന് പ്രവാചകൻ മറുപടി പറയുന്നത് സുമ്മസ്തഖിം എന്നാണ്. നിന്റെ ജീവിതത്തിൽ എന്ത് സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളിലൊക്കെ അടിപതറാതെ നിന്റെ ആദർശത്തിൽ ആ ഹുദയിൽ അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്തിൽ അടിയുറച്ച് നിലകൊള്ളുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ. ആ പ്രഖ്യാപനം മാത്രം പോരാ, പിന്നെ ആ പ്രഖ്യാപനത്തിൽ ആ ആദർശത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, അങ്ങനെ അടിയുറച്ച് നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെതായ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. ആ മലക്കുകൾ അവരോട് പറയുന്നത് അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വളരെ അങ്ങേയറ്റത്തെ ആശ്വാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ സമാശ്വസിപ്പിച്ചുകൊണ്ടുമുള്ള ചില വർത്തമാനങ്ങളാണ് ആ മലക്കുകൾ പറയുന്നത്. അല്ലാ തഖാഫു വലാ തഹ്സനു, അതോടൊപ്പം തന്നെ വലിയ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാൻ വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തീ കുന്തും തുഅദൂൻ, ആ ഹുദയിൽ ആ ഹിദായത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തീ കുന്തും തുഅദൂൻ, അങ്ങനെയുള്ള ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തെ സംബന്ധിച്ച് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം അതിന് ശേഷം തന്നെ ചില ആയത്ത് അതിൻ്റെ തുടർച്ചയായി പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാൻ കഴിയേണ്ടതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിൻ്റെതായ മലക്കുകൾ ഇങ്ങനെ ആ ഹുദയിൽ അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് അള്ളാഹു മലക്കുകളെ ഇറക്കി കൊടുക്കും. നമുക്ക് ധാരാളം ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ ഈ ബദറിന്റെ റമദാനുമായി ബന്ധപ്പെട്ട ഏറ്റവും സവിശേഷമായ സംഭവ വികാസമാണ് ബദർ എന്ന് പറയുന്നത്. ആ ബദറിൻ്റെതായ സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് അകമഴിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ സഹായം, നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള സഹായം ലഭിക്കേണ്ട സന്ദർഭം ഇതാണ്. ഈ സമയത്ത് നിനക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ നാമം ഉച്ചരിക്കുന്ന, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന ഒരു വർത്തമാനം അള്ളാഹുവിനോട് നേർക്കുനേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത മലക്കുകളെ കൊണ്ട്, ഒരു സൈന്യത്തെ കൊണ്ട് നിങ്ങൾക്ക് നാം ശക്തി പകർന്നു എന്ന് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിൻ്റെതായ പശ്ചാത്തലത്തിൽ അള്ളാഹു പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ നിലപാടുകൾ പറയുന്നുണ്ട്. ഇത് ഈ സമകാലിക ലോകത്ത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഗസയിലെ ഫലസ്തീനിലുള്ള മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈനികർ തന്നെ വെളിപ്പെടുത്തിയ ഒരു വർത്തമാനമുണ്ട്. നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു പോയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഫലസ്തീനികളായ ആളുകളോട് നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവരിൽ നിന്നും മരിച്ചുപോയ ആളുകൾ കൂടി അവരോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നു എന്നതാണ്. അഥവാ അള്ളാഹുവിൻ്റെ ആദർശത്തിൻ്റെ മാർഗത്തിൽ, ആ ഹുദയിൽ, സന്മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമെന്ന അടിയുറച്ച വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത്. ഒരുപക്ഷെ പരീക്ഷണങ്ങൾ ഉണ്ടാവാം. ആ പരീക്ഷണങ്ങളായാലും പ്രതിസന്ധികളായാലും അവിടെയൊക്കെ ഒരുപക്ഷെ ശാരീരികമായ മർദ്ദനങ്ങളൊക്കെ ഉണ്ടായേക്കാം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ശാരീരികമായ മർദ്ദനങ്ങളും ഒരുപക്ഷെ കൊലപാതകങ്ങൾ പോലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന നിലപാട് എന്ന് പറയുന്നത്
അവർക്കെയും ആ ഹുദയിൽ നിന്ന് അള്ളാഹു നൽകിയ സന്മാർഗത്തിൽ വ്യതിചലിച്ചു പോകാൻ അവർ സന്നദ്ധമാകുന്നില്ല എന്നതാണ്. ആ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സവിശേഷമായി നൽകിയ ഒരു നിലപാടായി നമുക്ക് കാണാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്ത ആളുകളാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. നമ്മളെ തിരഞ്ഞെടുത്തതാണ്. മറ്റ് സമൂഹത്തിനില്ലാത്ത, മറ്റ് ജനവിഭാഗങ്ങൾക്കില്ലാത്ത പ്രത്യേകമായ ഒരു അനുഗ്രഹവും പ്രത്യേകമായ ഒരു പദവിയും ഒരു പൊസിഷനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഹിദായത്തിൽ, അള്ളാഹു നൽകിയ ഹുദയിൽ അടിയുറച്ച് നിലകൊള്ളുകയും ആ ഹുദയെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വാഗ്ദാനം ചെയ്ത ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ ഹുദയെ പിൻപറ്റുന്ന ആളുകൾക്ക്, ആ ഹിദായത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന കൃത്യമായ ഒരു നിലപാട് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ആ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സമകാലിക സംഭവവികാസങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളും ലോകാടിസ്ഥാനത്തിലുള്ള സാഹചര്യങ്ങളും ഒക്കെ ഈമാനൊക്കെ ഒരുപാട് അള്ളാഹു നമുക്ക് നൽകിയ ആ ഈമാനിനെ ധാരാളം പരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പെടാവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹുദയെ കൃത്യമായി പിൻപറ്റിക്കൊണ്ട് അള്ളാഹു വാഗ്ദത്തം ചെയ്ത ആ സഹായം ലഭിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിൻ്റെ പുണ്യമായ ദിനരാത്രങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗം ലഭ്യമാക്കുന്ന സജ്ജനങ്ങളിൽ മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് എണ്ണി പറയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന്, നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഒക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലവും മതിയായ പ്രതിഫലനങ്ങളും നൽകി തുറക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കർമ്മനിരതരായിരിക്കെ അള്ളാഹുവിലേക്ക് യാത്രയാവുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.